ചേട്ടനാകുന്ന ഏശാവിനെ പേടിച്ച് ഓടുക. സൂത്രത്തിൽ അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി. ഈ സൂത്രത്തിൽ അനുഗ്രഹം വാങ്ങിയാൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഒക്കുകയില്ല. അങ്ങനെ ഉണ്ട്. സൂത്രത്തിൽ അനുഗ്രഹം വാങ്ങിയ ഒക്കത്തില്ല. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പം ഓർക്കും ആള് ഭയങ്കരമാകും കേട്ടോ. അയ്യോ, ദൈവം പാപ്പച്ചായനെ അങ്ങ്, ദൈവം തങ്കമാമേനെ അങ്ങ് അനുഗ്രഹിച്ചു, ദൈവം ജോണി സഹോദരനെ അങ്ങ്. ഒരു സ്വസ്ഥതയില്ല. എത്ര പേരെ അറിയാം? എത്ര എണ്ണത്തിന്? പുഞ്ചപ്പാടം 10 ഏക്കറാ, പക്ഷെ കുത്തരി കഞ്ഞി ഇന്ന് വരെ കുടിക്കാൻ മിണ്ടുന്നില്ല. അത് ഞങ്ങളുടെ പാടവാ. പിന്നെ അത് 10 ഏക്കർ, അത് ഞങ്ങളുടെ. ലോഡ് കണക്കിന് നെല്ല് കയറി ആലുവായ്ക്ക് പോവുക പുള്ളി കണ്ടോണ്ട്. എന്നുവെച്ചാൽ രാത്രി 8:30 കഴിയുമ്പം എണ്ണ ചേർക്കാത്ത ഗുജറാത്തിൽ നിന്ന് ഗോതമ്പ് കൊണ്ടുവന്ന്, അത് നല്ലതുമല്ല, നല്ലതൊക്കെ അങ്ങ് എക്സ്പോർട്ട് ചെയ്ത് പോവുക. നാളൊരു തള്ള പറഞ്ഞ് നല്ലതൊക്കെ അവർ ആണുങ്ങൾ തിന്നുന്നുണ്ടെന്ന്. അതും കിട്ടുന്നില്ല നമുക്ക്. ചപ്പാത്തി കമ്പിപൊടി പോലെ ഇരിക്കുന്നത്. പുഞ്ചപ്പാട് എത്ര ഏക്കറാ? 10 ഏക്കർ. കുത്തരിക്കഞ്ഞി 1.5 ലക്ഷം രൂപയുടെ ബെഡ് മേടിച്ച്, പക്ഷെ കിടക്കാൻ മേല. വൈദ്യുതി പറഞ്ഞു കാഞ്ഞിരപ്പലകയുടെ പലകക്കട്ടിലേൽ തലയണ വെക്കാതെ കണ്ട് ഇടക്കിടക്ക് നോക്കിക്കോണം മെത്ത. എത്ര എണ്ണത്തിന് എനിക്കറിയാം. വലിയ ഈ ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജാ. ഇപ്പൊ ഫ്രിഡ്ജിനകത്തൊക്കെ അതൊക്കെ ഒത്തിരി കൃത്രിമ എന്തോ കണ്ട റിമോട്ടാ ഇല്ലേ? കസാര നിറഞ്ഞിരുന്ന അമ്മാമ്മ വേലക്കാരോട് തങ്കേ ആണ്ട ഫ്രിഡ്ജ് തുറന്നു. തള്ളക്ക് നടക്കാൻ മേല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അടുക്കള പണിയുന്ന അതൊക്കെ നല്ല പക്കി പറക്കും പോലെ. ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിനകത്ത് ചിക്കന്, മീറ്റ്, മറ്റു കാര്യങ്ങൾ, എല്ലാ സാധനവും ഉണ്ട്. അപ്പം അമ്മച്ചിക്ക് എന്താ പാവയ്ക്കാ കാണുവടി. നല്ല റിമോട്ട് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇല്ലേ? റജിപ്പാസൊക്കെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പെട്ടെന്ന് പിടികിട്ടും. വീടെവിടാ? ചെല്ലോട് പുളുക്കീട്. പക്ഷെ പഞ്ചസാര ഇട്ട കാപ്പി കുടിക്കാൻ മേല. എന്നാ ഷുഗർ? വീടെവിടാ? പുളുക്കീട്. പുളുക്കീട് എന്ന് പറഞ്ഞ് മനസ്സിലായോ? ഇല്ല, ഷുഗർ ഫാക്ടറി അവിടെ. ലോഡ് കണക്കിന് പഞ്ചസാര കയറി ഗുജറാത്തിന് വിടുക. അവർ കൂടുതൽ മധുരം ഉപയോഗിക്കുന്നവരാ. നമ്മളിതെല്ലാം തിന്നലിരുന്ന് എങ്ങനുണ്ട്? അവിടെ നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ഇനി മറുവശം, പ്രിയരെ, സൂത്രത്തിൽ ഒന്നും നമ്മുടെ കൈവശം കാണരുത്. ചേട്ടനെ കളിപ്പിച്ച് അപ്പനെ ഒന്ന് പറ്റിച്ചൊക്കെയാ അനുഗ്രഹം വാങ്ങിയത്. പക്ഷെ കുടുംബത്ത് നിൽക്കാൻ മേല. ഓടിയ ഓട്ടം, ഓടി 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 ഒരു സ്ഥലത്ത് ചെന്നപ്പോ സൂര്യൻ വൈകി അസ്തമിച്ചു. അവിടെ കിടന്നു. ഒരു കുഞ്ഞുങ്ങൾ പോലുമില്ല. നോക്കിയപ്പോ ഒരു കല്ല്, അതെടുത്ത് തലയണയായിട്ട് തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ കോവേണി
വരും. തലയിണയായി കൈമാത്രം എന്നുമ്പോൾ കോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. പിളർന്ന പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്ന പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ നിന്നിൽ ചാടിടുന്നവർക്ക് ആശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. ഏകനെന്ന് ഞാൻ കരുതിടുമ്പോൾ തുണയായാരുമില്ലെങ്കിലും ഏകനെന്ന് നീ കരുതിടുമ്പോൾ തുണയായാരുമില്ലെങ്കിലും തലയിണയായി കൈമാത്രം എന്നുമ്പോൾ കോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. തലയിണയായി കൈമാത്രം എന്നുമ്പോൾ കോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ നിന്നിൽ ചാടിടുന്നവർക്ക് ആശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. അപ്പൊ യാക്കോബ് തന്റെ മകനോട് പറയാ, മോനെ, നിന്നോട് ഞാൻ സംസാരിക്കുന്നതിന് 100 കൊല്ലം മുമ്പ് എനിക്ക് ലൂസിൽ വെച്ച് ദൈവം പ്രത്യക്ഷപ്പെട്ടു. അന്ന് എന്നോടൊരു ദൂത് പറഞ്ഞു, ഞാൻ നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി പെരുക്കും. അങ്ങനല്ലേ മോനെ എഴുതിയേക്കുന്നേ? സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. എന്നോട്, ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിനക്ക് ഞാൻ സന്താനത്തെ തരുമെന്ന്.